ഇത് ആനത്താരയാണ്. ആന ക്രോസ് ചെയ്യുന്നത് ഇതുവഴി. ആന ക്രോസ് ചെയ്ത് മേളിൽ കൂടി കയറി റോഡ് ക്രോസ് ചെയ്ത് മേളിൽ കയറി. രണ്ടുപേർക്കും പ്രത്യേക വേറെ കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറാണ്. എഡിറ്റിംഗ് ലാബ് നടത്തുക. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടവി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മെയിനായിട്ട് കുട്ടവഞ്ചി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ കോന്നി ആന സങ്കേതം കണ്ടതിന് ശേഷം നേരെ ഇങ്ങോട്ട് അടവിയിലോട്ട് പോന്നു. അപ്പോൾ ഇപ്പോൾ അടവിയിലെ കുട്ടവഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നമ്മളിപ്പോൾ കാണുന്ന പോലെ നേരെ കാണുന്ന സ്ഥലത്താണ് കുട്ടവഞ്ചി സവാരി ഉള്ളത്. മുകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക. ഒരു കുട്ടവഞ്ചിക്ക് 4 പേർക്ക് പോവാം. അതിൽ 500 രൂപയാണ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയണം. നമുക്കിപ്പോൾ 2 പേരാണ് വന്നെങ്കിൽ വേറെ 2 പേരുടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ പോവാം. നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് ഇവിടെ നിന്ന് ഒരു കമ്പനി കിട്ടി, അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ അടവിയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അടവിയിലെ കുട്ടവഞ്ചി സഫാരിയൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? നമുക്ക് കുട്ടവഞ്ചി സവാരിയൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതിനു മുന്നേ നമ്മൾ വന്ന വഴി ഒന്ന് കണ്ടിട്ട് വരാം. അടവിയിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ്. 2 സൈഡും ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ നടുക്കിലൂടെയുള്ള ആ റോഡ് വരാൻ വേണ്ടിയിട്ട് അതും റോഡും വളരെ മനോഹരമാണ്. അപ്പോൾ ഇതുവഴി വരാനുള്ള വഴിയിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന വഴിയിൽ പല സ്ഥലത്തും തീ കത്തിച്ച പാടുകൾ കാണാൻ കഴിയും. അത് കാട്ടുതീ തടയാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വഴിയുടെ 2 സൈഡും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കാടാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും നല്ല വ്യൂ പോയിന്റുകളും കാണാൻ സാധിക്കും. ഈ യാത്രയിൽ ഒരു അനുഭവം കൂടെ നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനുണ്ട്. കാരണം നമ്മൾ കുട്ടവഞ്ചി യാത്രയ്ക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പണി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കാരണം പറ്റിയ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിന് നമ്മളെ സഹായിച്ച ഒരു മനുഷ്യനും കൂടെ ഉണ്ട്. അതും കൂടെ പരിചയപ്പെടുത്തണം. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ചോദിച്ചറിഞ്ഞ് പോകുമ്പോൾ യാത്രയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാരണം പിന്നീട് ഒരിക്കൽ ഇരുന്ന് ഈ വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ അന്ന് പോയതും അറിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ അടവിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അടവി എക്കോ ടൂറിസത്തിലെത്തി. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ കോന്നി ആനക്കൂടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇതിനടുത്തുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിനായിട്ട് ടിക്കറ്റ് കൗണ്ടറാണ്. അതിനോട് ചേർന്ന് ഈ കാണുന്ന ഈ ഗാർഡനുമാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് കുട്ടവഞ്ചി സവാരിയാണ്. ഈ നേരെ കാണുന്ന കെട്ടിടമാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ കാണുന്ന വഴിയെ മുന്നോട്ട് നടക്കുക. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഒരുപാട് കുട്ടവഞ്ചികൾ വഴിയിലും അതുപോലെ തന്നെ തണലിനും ആറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാരാമൺ ആണ് നമ്മൾ മെയിനായിട്ട് ഈ യാത്രയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. മാരാമൺ കൺവെൻഷൻ സമയമായതിനാൽ ഇവിടെ വന്നപ്പോൾ, അടവിയിൽ വന്നപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരുപാട് നമ്മുടെ നാട്ടുകാരെ നമുക്ക് അവിടെ കാണാൻ പറ്റി. അപ്പോൾ അതിൽ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ നേരെ കാണുന്ന. അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടുത്തൊരു സുഹൃത്ത് തന്നെയാണ്. ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല, യാദർശികമായിട്ട് കണ്ടതാണ് ഈ ഗ്രൂപ്പിനെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തില്ല. നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് പരിപാടികളെന്നൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കാമെന്നുള്ളൊരു ഐഡിയയിൽ താഴേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത 2 കൂട്ടുകാർ പോകണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ടിക്കറ്റ് നമ്മൾ വാങ്ങി. നമ്മുടെ ടോക്കൺ അനുസരിച്ച് കുട്ടവഞ്ചി നിയന്ത്രിക്കാൻ വരുന്ന ആൾ നമ്മളെ കണ്ടു. ചേട്ടൻ്റെ പേര് ബാബു ചേട്ടനാണ്. ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ കുട്ടവഞ്ചിയിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇടണം, റെഡി ആവണം. ഈ കണ്ണാടി വെച്ച ചേട്ടനാണ് ബാബു ചേട്ടൻ.
അപ്പോൾ ആദ്യം തന്നെ വളരെ സൗഹൃദമായിട്ട് നമ്മളോട് സംസാരിച്ചു കുട്ടവഞ്ചിയിലേക്ക് കൊണ്ടുപോയാണ്. അപ്പോൾ കുട്ടവഞ്ചി കയറുന്നപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ടതിന് ശേഷം നമ്മൾ കുട്ടവഞ്ചിയിലേക്ക് കയറി. ഇതിലോ ചവിട്ടായോ? ഇതിൽ തന്നെ ഇരിക്കണം. നമ്മള് തിരുവനന്തപുരം. രാഹി കുട്ടവഞ്ചിയിലേക്ക് കയറുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കാണാം കയ്യിൽ ഫോണുണ്ട്. ഫോണ് അവിടെ ഇരുന്നതിന് ശേഷം അവിടെ അതിൻ്റെ പുറകിലേക്ക്, ആ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടത്തിൻ്റെ പുറകിലേക്ക് പതുക്കെ ഫോൺ അവിടെ വയ്ക്കുന്നുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ അതിൻ്റെ പുറകിലേക്ക് ഫോണ് വച്ചു. ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അത് നമ്മുടെ കുട്ടവഞ്ചി യാത്ര തുടങ്ങി. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ബാബു ചേട്ടനൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. കുട്ടവഞ്ചി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി സംസാരിക്കാം. അടവി പത്തനംതിട്ടയിലെ കോന്നി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി. കല്ലാർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് അടവിയിലെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. അടവിയിലെ പ്രധാന ആകർഷണം കുട്ടവഞ്ചി സവാരി, കല്ലാർ നദിയുടെ തീരത്ത് മരത്തിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാംബു ഹട്ട് എന്നിവയാണ്. പത്തനംതിട്ട ജില്ലയിലെ നടപ്പാക്കിയ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ് കോന്നി അടവി ഇക്കോ ടൂറിസം പദ്ധതി. 2008 കോന്നി ആനക്കൂട് കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച പദ്ധതിയിൽ പിന്നീട് അടവി മണ്ണീറയിലെ കുട്ടവഞ്ചി സവാരിയും ഉൾപ്പെടുത്തി. 1942 സ്ഥാപിച്ച ആനക്കൂടും സ്ഥലവും ഏകദേശം 9 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. 6 ആനകൾക്ക് പരിശീലനം നൽകാനാകുന്ന ശേഷിയുണ്ട് കോന്നി ആനക്കൂടിൽ. അടവി കുട്ടവഞ്ചി യാത്ര കോന്നിയിൽ നിന്നും 16 കിലോമീറ്റർ അകലെ തണ്ണിത്തോട് പഞ്ചായത്തിലെ മുണ്ടൻമൂഴി അച്ചൻകോവിൽ നദിയുടെ കൈവഴിയായി കല്ലാറിലാണ് കുട്ടവഞ്ചി യാത്ര ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി കുട്ടവഞ്ചി യാത്രയ്ക്ക് അവസരം ഒരുങ്ങുന്നത് ഇവിടെയാണ്. പത്തനംതിട്ട വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിർമ്മിച്ച 7 വട്ടവള്ളങ്ങളുമായാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വട്ടവള്ളങ്ങൾ നിർമ്മിച്ചതും തുഴച്ചിൽ പരിശീലിപ്പിച്ചതും ഹൊഗ്ഗനക്കിൽ നിന്നുള്ള വിദഗ്ധരായിരുന്നു. ഇതിനടുത്തായി മനീറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. കല്ലുകൊണ്ട് കവിത എഴുതിയ കല്ലാർ, സൗമ്യ ഭാവമുള്ള പുഴയെന്ന് പേര്. അങ്ങനെ കല്ലാറിന് വിശേഷങ്ങൾ നിരവധിയാണ്. വനം നൽകുന്ന ശാന്തതയും ഒഴുക്കിന്റെ ഈണവും കല്ലാറിന്റെ പ്രത്യേകതയാണ്. പുഴയെ അറിയാനും കാട് കാണാനും നിരവധി സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കല്ലാറിനെ അറിയണമെങ്കിൽ അടവിയിലെ കുട്ടവഞ്ചി സവാരി ഒഴിവാക്കരുത്. ഇരു കരകളിലെയും പച്ചപ്പും ശുദ്ധവായും ഒരു തവണ വന്നവരെ വീണ്ടും കല്ലാറിലെത്തിക്കും. പുഴ കണ്ട് കൊതി തീർന്നില്ലെങ്കിൽ ഒരു ദിവസം പുഴ വീട്ടിൽ തങ്ങി കല്ലാറിനെ അറിയുവാനുള്ള അവസരവുമുണ്ട്. വിശേഷങ്ങൾ പങ്കുവച്ച് സ്വീകരണ മുറിയിലിരുന്ന് കല്ലാറിന്റെ ഒഴുക്കിന്റെ താളം പിടിക്കുക. മീൻ പിടിക്കുവാനും വെള്ളത്തിൽ യാത്ര ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു യാനമാണ് കുട്ടവഞ്ചി അഥവാ വട്ടത്തോണി. നാടോടി വഞ്ചി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. തമിഴിൽ പെരിസൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 2.5 മീറ്ററോളമാണ് ഇതിന്റെ വ്യാസം. 5ഓളം ആളുകൾക്ക് ചില കുട്ടവഞ്ചികളിൽ ഇരിക്കാൻ സാധിക്കും. ഒറ്റത്തുഴ വച്ചാണ് വഞ്ചിയിൽ ഇരുന്നാണ് തുഴയുന്നത്. മുള കീറിയത് വരിഞ്ഞു കെട്ടിയാണ് കുട്ടവെള്ളം ഉണ്ടാക്കുന്നത്. വെള്ളം കയറാതിരിക്കാൻ അടിയിൽ പ്ലാസ്റ്റിക് വെച്ച് കെട്ടും. ഒരാൾ എടുത്തുകൊണ്ട് നടക്കാനുള്ള ഭാരമേ കുട്ടവഞ്ചിക്ക് ഉണ്ടാകാറുള്ളൂ. ദക്ഷിണേന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാവേരി നദിയിൽ ഹൊഗ്ഗനക്കൽ വിനോദസഞ്ചാരികൾക്ക് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. കാവേരിയുടെ മറ്റു ഭാഗങ്ങളിലും ഈ വള്ളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ കോന്നിക്കടുത്തുള്ള അടവി എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കല്ലാർ നദിയിൽ കുട്ടവഞ്ചി സഞ്ചാരത്തിന് അവസരമുണ്ട്. ഇനി അടുത്തിവിടെ വാട്ടർഫോൾ ഇല്ല, ഒരു കാര്യമില്ല. പേരെന്താ അത്? മണ്ണീറ. വേറെ ചേട്ടാ ആ മണ്ണീറ വാട്ടർഫോൾസിൽ വെള്ളമുണ്ടോ? ആണോ ചേട്ടാ? അടുത്ത് തന്നെയല്ലേ? മുന്നേ എവിടെ പോണ നീ? പള്ളിയിൽ പോയാണ് നമ്മളോ? ഇല്ല ഇല്ല, വൈകുന്നേരം വെയിലൊക്കെ തണുപ്പിട്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് പോകുന്ന അവിടുന്ന് സ്റ്റേ ചെയ്യുന്നായിരുന്നു. പേരെന്താ? പേരെന്താ? ഇവിടെ തന്നെ താമസം. ഇന്ന് തിരക്കാല് പൊതു ഇവിടെ ഇത്ര തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ടോ? ശരി, ഞാൻ നല്ല തിരക്കുണ്ട്. തിരക്കുണ്ട്. തിരക്ക് കുറവാണ്.
ആണോ? ആ ശരിക്കും വന്നോണ്ടിരിക്കുന്നു. ഞാൻ വന്നേ ഉള്ളൂ, ടിക്കറ്റ് ഒന്നും എടുക്കുന്നില്ല. അതാണ് ശരിയാണ്. ഈ സമയം കൊണ്ട് ഞങ്ങൾ 7 വട്ടം ടിക്കറ്റ് പോകണ്ട. ജോലിയാണോ? അല്ല ഞാൻ വീഡിയോഗ്രാഫർ. അത് എൻ്റെ കൂടെ തന്നെ വലിയ ജോലി. രണ്ടുപേരും പ്രത്യേക വേറെ കാര്യമൊന്നുമില്ല. അല്ല ഞാൻ വെഡിങ് വീഡിയോഗ്രാഫറാണ്. എഡിറ്റിംഗ് ലാബ് നടത്തുക. ഇതെല്ലാം പോസ്റ്റാ. കടുവ ഉള്ള ആളാണ്. കടുവ ഉള്ള ആളാണ്. ഞാൻ ആനയെ വരെ കണ്ടിരുന്നു. ആന എപ്പോഴും ഏത് സമയത്ത് ഇറങ്ങും. ഈ സമയത്ത് ആന വരുമ്പോൾ ആന നമ്മളെ കണ്ടാൽ നിൽക്കും. ഞങ്ങൾ മറന്നു ആന പോകും. വെള്ളം നല്ല കൂടുതലാവും ഇടയ്ക്ക്. ആ ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ നോക്കുന്നില്ല. പക്ഷേ പത്തനംതിട്ട ഡിസ്ട്രിക്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ ഞാൻ ഓടിക്കാൻ പറ്റില്ല. അലേർട്ട് പ്രഖ്യാപിച്ച റെഡ് പ്രഖ്യാപിച്ചാൽ പിന്നെ കളക്ടർ ഇതല്ലേ കളക്ടർ ഈ ഹൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഉണ്ടാവും അത്. ഞാൻ ഇവിടെ ഒന്നും വരത്തില്ല. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ കറങ്ങും. പിന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുട്ടവഞ്ചി എന്ന് പറയാ. വഞ്ചി ബൗൾ ബോട്ട്. ബൗൾ 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 ബോട്ട്. കറക്ക് ഇവിടെ ഇറങ്ങാതെ അവനെ പിടിച്ചാ പേടിച്ചു. കണ്ണടച്ച പുത്തു പുത്തു. ഓ കറക്കിയാ മക്കളെ കറക്കിയ ആനൊരു ചോര് കറക്കിയെന്ന് ആനൊരു ചോര്. ആന വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? റോഡിലൊക്കെ ഇറങ്ങുമല്ലേ ഞാൻ പറയാൻ ഏത് സമയത്ത് ഞാൻ വരുവാനില്ലേ ആനയ്ക്ക് ഭയങ്കര ദാഹമുള്ള. രാവിലെ വന്നപ്പോൾ കണ്ടോ കണ്ടോ ഓടിക്കുന്നേ കാണാൻ പോകത്തില്ല. അറിയാം അങ്ങനെ സ്മെല്ലടിക്കും. അങ്ങനെ ഒരു പ്രത്യേക പാടയാണ്. ഇത് ആനത്താരയാണ്. ആന ക്രോസ് ചെയ്യുന്നത് ഇതുവഴി ആന ക്രോസ് ചെയ്ത് മേളിൽ കൂടി കയറി റോഡ് ക്രോസ് ചെയ്ത് മേളിൽ കയറി പോകും. ഏത് സമയത്തും ആന വരാൻ സാധ്യതയുള്ള സ്ഥലമാണിത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് 2:30 ആന ഇവിടെ ക്രോസ് ചെയ്തു.
മാതാവിൻ്റെ കാലം ഒന്നിച്ച് ജോയിൻ ചെയ്ത കാലം. അങ്ങനെ കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് എത്തുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, കയറിയപ്പോഴും പറഞ്ഞു ഫോൺ അവിടെ വച്ചിട്ടുണ്ടായിരുന്നെന്നും. നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല. പിന്നീട് അവിടെ നിന്ന് ആ ഒരു ത്രില്ലിൽ പതുക്കെ നമ്മൾ ഇറങ്ങി. ഇപ്പോഴും ഫോൺ അവിടെ ഉണ്ട്, നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബാബുചേട്ടനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്തിനെ നമ്മൾ പിന്നീടും കണ്ടു. അവർ കുടുംബമായിട്ട് വന്നതാണ്. മാരാമണ്ണാണ് മെയിൻ ലക്ഷ്യം, ഈ കണ്ട ആൾക്കാരെ എല്ലാം. അവിടെ നിന്ന് പിന്നെ മുന്നേയൊക്കെ കുളിപ്പിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഇതിന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മണ്ണീറ വാട്ടർഫാളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടവഞ്ചിയിൽ ഇരുന്ന് തന്നെ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു വാട്ടർഫാളിലിപ്പോൾ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. പക്ഷേ തൊട്ടടുത്ത് ആയതുകൊണ്ട് ഒന്ന് പോയി കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ മയിലിനെയൊക്കെ കണ്ടു. അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കടുത്ത വേനലിൽ അവിടെ വെള്ളം വളരെ തീരെ കുറവാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മണ്ണീറ വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ ഇതാണ്. വെള്ളം തീരെയില്ല വാട്ടർഫാളിൻ്റെ. നമ്മൾ അവിടെ നിന്ന് അറിഞ്ഞു, അതുകൊണ്ട് നമുക്ക് വലിയ നിരാശയൊന്നും തോന്നിയില്ല. മെയിനായിട്ട് പറയാനുള്ളത് വേറൊന്നുമല്ല, നമ്മൾ അടവിയിൽ കുട്ടവഞ്ചി സവാരിക്ക് കയറിയപ്പോൾ വച്ച ഫോണ് ഇപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും ദൂരം കഴിഞ്ഞു, ആൾക്കാരൊക്കെ പോയി, അവിടെ ക്ലോസിങ് സെക്ഷനൊക്കെ ആയി, സമയമൊക്കെ കഴിയാറായി. ഇപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഫോണ് മിസ്സിങ് ആണ്. അപ്പോഴും നമ്മൾ അറിയുന്നില്ല എവിടെയാണ് ഫോൺ ഉള്ളതെന്ന്. അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പെട്ടെന്ന് അടവിയിലേക്ക് പോയി. അടവിയിലേക്ക് പോയപ്പോൾ നമ്മുടെ ബാബു ചേട്ടൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ ഒരുപക്ഷെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് ബാബു ചേട്ടനെ അവിടെ നിന്ന് മിസ്സാവുമായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ കോൺടാക്ട് നമ്പറോ ഒന്നുമില്ല പുള്ളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ച് നമ്മൾ അടവിയിൽ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞു രാഖിയോട് എവിടെയാണ് മിസ്സായതെന്ന് നമുക്കറിയില്ല. കാരണം ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കയ്യിൽ നിന്ന് കുട്ടവഞ്ചിയിൽ വയ്ക്കുന്നതൊക്കെ നമ്മൾ പിന്നീടാണ് കാണുന്നത്. രാഖിയോട് പറഞ്ഞു ഓടിപ്പോയി നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്ന് പറയാൻ പറഞ്ഞു. കിട്ടിയെങ്കിൽ ആരെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിൽ നമുക്ക് തിരികെ കിട്ടും. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് രാഖി പോയി. അതിനിടയ്ക്ക് തന്നെയാണ് ഈ ബാബു ചേട്ടനും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറി വരുന്നത്. പുള്ളിക്ക് കാര്യം മനസ്സിലായി. അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ചേട്ടാ ഫോണ് മിസ്സിങ് ആണ്. പുള്ളിക്കാരൻ ഉടനെ തന്നെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞത് ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, കാരണം രാഖിയുടെ ഫോൺ ലോക്കല്ല. ലോക്ക് എടുത്തിട്ട് ഫസ്റ്റ് എൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ട്, അതിലേക്ക് കോൾ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് രാഖിയുടെ അമ്മയും വിളിച്ചു, എൻ്റെ അമ്മയും വിളിച്ചു. ഫോണുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം റേഞ്ച് കുറവാണ് അവിടെ. നമ്മൾ കാട്ടിനകത്ത് ആയതുകൊണ്ട് റേഞ്ച് കുറവായതുകൊണ്ട് നമ്മളെ കോളുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയില്ല. ആ ഫോണിൽ നിന്ന് വിളിച്ചു. ഇത് മാത്രമല്ല, പുള്ളിയുടെ ഫോണിലേക്ക് എൻ്റെ നമ്പർ എടുത്തിട്ട് പുള്ളി എൻ്റെ നമ്പറിലേക്കും വിളിച്ചു. കാരണം എനിക്കപ്പോൾ റേഞ്ച് ഉണ്ടായിരുന്നു, എന്തോ കോളിംഗ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് കോൾ കിട്ടിയില്ല. എന്ത് പറഞ്ഞാലും ശരി തന്നെ ഭാഗ്യം എന്നുള്ളത് കൊണ്ടും ആ ബാബു ചേട്ടൻ്റെ മനസാക്ഷി എന്നുള്ളത് കൊണ്ടും നമുക്ക് ഈ ട്രിപ്പിൽ അങ്ങനെ ഒരു വലിയൊരു വിഷമമായിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായി കഴിഞ്ഞാൽ അറിയാം, ഇപ്പോഴുള്ള നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും എല്ലാം ഫോണിലാണ്. അങ്ങനെ എല്ലാം മിസ്സാവുന്നുള്ള രീതിയിൽ വന്നു. എന്തായാലും ബാബു ചേട്ടൻ്റെ നല്ല മനസ്സിന് നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ നമ്മുടെ ഫോണ് നമുക്ക് തിരിച്ചു കിട്ടി. ഇതാണ് അടവിയിൽ നമുക്ക് കിട്ടിയൊരു വലിയൊരു പണിയാണ്. മറന്നു വെച്ചതാണ്, എന്നാലും നമുക്ക് തിരികെ കിട്ടി ഫോൺ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ്. മാരാമൺ കൺവെൻഷനാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. മാരാമൺ കൺവെൻഷൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഗ്രേസ് മീഡിയ മെയിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ വളരെ ലൈറ്റായിട്ട് കാണിക്കുന്നുള്ളൂ. ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. പല സ്ഥലത്തും നമുക്ക് മുന്നോട്ട് പോലും നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്ഥിരം കാഴ്ചകൾ 2 അട്രാക്ഷനാണ് മെയിനായിട്ട് പറയാനുള്ളത്. പമ്പാ നദിക്ക് കുറുകെ നിർത്തിയിരിക്കുന്ന 3 പാലങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഓലപ്പുര, കൺവെൻഷന് വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വലിയ ഓലപ്പുരയും ആ പാലങ്ങളും മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാളുകൾ
ഭക്ഷണശാലകൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ മാരാമൺ കൺവെൻഷന് ഉണ്ട്. ഒരുപാട് കച്ചവട കടകൾ നമ്മൾ വരുന്ന വഴിയിലുണ്ട്. അതുപോലെ തന്നെ ആളുകളും അത്രയ്ക്കുണ്ടായിരുന്നു. മാരാമൺ കൺവെൻഷൻ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ചെലവഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ആറന്മുളയുള്ള PWD റൂമിലേക്കാണ് പോയത്. അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട്. അതുവരയ്ക്കും ബൈ.